റിപ്പോർട്ടർ ചാനൽ അവതാരകൻ അരുൺകുമാറിനെ വാരി അലക്കി ഒടിച്ചു മടക്കുകയാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. അതേ മാധ്യമത്തിന്റെ മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് മറ്റെല്ലാ മാധ്യമ ചാനലുകളെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് സതീശൻ തുറന്നടിച്ച് വാരി അലക്കുന്നത്. സത്യം പറഞ്ഞാൽ അതാവശ്യമായിരുന്നു. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടുമായി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തലാണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ. വീണ്ടും വൈകുന്നേരമാവുമ്പോൾ രാവിലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അവർ മാറ്റും. ആളു മാറിയിട്ടുണ്ട്, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് വീണ്ടും വരും. ഉച്ചയ്ക്ക് മാറും, വൈകിട്ട് മാറും, പിന്നാലെ ഇതൊന്നുമല്ലാത്ത മറ്റൊരാളെ തൊട്ടടുത്ത ദിവസം രാവിലെ വീണ്ടും അവർ പ്രദർശിപ്പിക്കും. ഇതെന്തിനാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ മാത്രം പ്രഖ്യാപിക്കുന്നതും UDFന്റെ കോൺഗ്രസിന്റെ മാത്രം? ഇവിടെ അൻവർ പറഞ്ഞതുപോലെ അമ്മി കൊത്താനുണ്ടോ എന്ന് പണ്ട് തമിഴർ ചോദിച്ച് നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ CPMന്റെ അവസ്ഥ. ഓരോ വാതിലും ചെന്ന് മുട്ടി സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ചോദിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് CPMനെ താങ്ങി നടക്കുന്ന അരുൺകുമാർ UDFന്റെ സ്ഥാനാർത്ഥിയിലേക്ക് ക്യാമറ തിരിച്ചു വെക്കാതിരിക്കുന്നത്. എന്തായാലും അതിന് കണക്കിന് കൊടുക്കുകയാണ് സതീശൻ. ആ വീഡിയോ ഒന്ന് കാണാം. ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കാറ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ്, ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവര് സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ. അല്ല, ഞാൻ പറയാം, അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അവരെന്ത് വേണേലും ചെയ്തോട്ടെ, ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല, ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. അത് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള ചർച്ചകൾ നടത്തി ഏകകണ്ഠമായി തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും അല്ല, ചില ചാനലുകളിൽ രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിറ്റേ ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം, മറ്റേ ആൾക്കാണ് മുൻതൂക്കം എന്ന് പറയും. ഉച്ചയ്ക്ക് തൂക്കം മാറും, രാത്രിയാകുമ്പോൾ വേറെ സ്ഥാനാർത്ഥി വരും. നിങ്ങൾ എന്ത് ഈ കോൺഗ്രസിന് ഞാൻ എന്താണ് പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരമില്ല. ഞങ്ങൾ ഈ പാവങ്ങൾക്ക് വിട്ടതാ. നിങ്ങളെടുത്ത് എല്ലാവരും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കല്ലേ? നിങ്ങൾ എന്തിനാ അങ്ങനെ? കുറച്ചുപേരുടെ അജണ്ടയാണ്. ചിലര് അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ അതിനെ അനുകരിക്കുകയാണ്. ചിലരുടെ അജണ്ടയാണ്. കോൺഗ്രസിന്റെ നിങ്ങൾ CPMന്റെ സ്ഥാനാർത്ഥി ആരും പ്രഖ്യാപിച്ചില്ല. CPMന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ആരും പ്രഖ്യാപിച്ചില്ല. നിങ്ങൾ എന്തിനാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ പോലും തീരുമാനിച്ചില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതിന് മുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിക്കും. ഞാൻ വിമർശിക്കുമെന്നല്ല, ഞാൻ കളിയാക്കുമല്ല, പരിഹസിക്കുമല്ല, വിമർശിക്കുമല്ല. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഇതായിരിക്കാം, അങ്ങനെ ആകാം, ഇങ്ങനെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടെ ആലോചിക്കും, നിങ്ങളുടെ വിശ്വാസത്തെയും. ഞാൻ വിമർശിക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യണതിന് ഞാൻ അതിനെ വിമർശിക്കുന്നത്, ഞാൻ പരിഹസിക്കുകയില്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കി. ഞങ്ങളുടെ മാത്രം എന്നാൽ നിങ്ങൾ BJPയുടെ പറ, നിങ്ങൾ CPMന്റെ പറ, അതൊന്നും പറയല്ല. ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് ഇട്ട് ഇങ്ങനെ നടക്കുന്നതിന് ചെറിയൊരു പരിഭവം കൂടി ഞാൻ പങ്കുവെച്ചു.